ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് തോന്നുന്നുണ്ടോ? യഹോവ നിങ്ങളെ മറന്നിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ നിമിഷം ആരെങ്കിലും നിശബ്ദമായി കരയുന്നുണ്ടാവും. പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ തകർന്നു പോയ ഒരു ഹൃദയം. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? എന്നെ ശരിക്കും ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇല്ലാതായാൽ പോലും ആർക്കെങ്കിലും നഷ്ടം തോന്നുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കും. എന്നാൽ അത്തരം നിമിഷങ്ങളിലാണ് യഹോവ ഏറ്റവും അടുത്തു വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനം 34 അധ്യായം 18 വാചകത്തിൽ ഇങ്ങനെ പറയുന്നു: ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു നുറുങ്ങിയവരെ അവൻ രക്ഷിക്കുന്നു. എത്ര ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. ഒരു ചെറിയ സംഭവം ചിന്തിച്ചു നോക്കൂ. രാത്രി സമയമാണ്. ഒരു വയോധികൻ ആശുപത്രി വരാന്തയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. കണ്ണുകളിൽ കണ്ണുനീർ, ആരുമില്ല സംസാരിപ്പാൻ. അപ്പോൾ അദ്ദേഹം പതുക്കെ പ്രാർത്ഥിക്കുന്നു: യഹോവേ, എനിക്കിനി ശക്തിയില്ല, എന്നെ കൈവിടരുതേ. ആ പ്രാർത്ഥന ഉറക്കെ പറഞ്ഞതല്ല, പക്ഷേ യഹോവ അത് കേട്ടു. കാരണം മനുഷ്യർ കേൾക്കാത്ത നിശബ്ദമായ കരച്ചിലും യഹോവ കേൾക്കുന്നു. നിങ്ങളും രാത്രിയിൽ ചിലപ്പോൾ ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞിട്ടുണ്ടാകും. ആരോടും പറയാൻ കഴിയാത്ത വേദന ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ തലയിണ നനച്ച ഓരോ കണ്ണുനീരും യഹോവ കണ്ടിട്ടുണ്ട്. ഒരു കണ്ണുനീർത്തുള്ളി പോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല. അല്ല, അത് സത്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വില കാണാൻ കഴിയാത്ത സമയത്ത് പോലും യഹോവ നിങ്ങളെ വിലപ്പെട്ടവനായി കാണുന്നു. ഈ ലോകം നിങ്ങളെ മറന്നാലും യഹോവ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇന്ന് നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ അത് യഹോവയുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാം, പക്ഷെ ആ കണ്ണുനീർ എന്നേക്കുമായി തുടരുമെന്നില്ല. യഹോവ നിങ്ങളുടെ കൈപിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ദയവായി പ്രത്യാശ കൈവെടിയരുത്, പ്രാർത്ഥന നിർത്തരുത്, യഹോവയിൽ നിന്ന് അകന്നു പോകരുത്. കാരണം ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യഹോവ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.